എല്ലാവരും ആയല്ലോ, ഇനി കാണിക്കാം. യുഎയിലെ പ്രമുഖ വ്യവസായിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ഷബിൻ മുഹമ്മദാണ് ഇന്ന് ടോപ്പ് 10-ൽ നമ്മുടെ കൂടെ. നമസ്കാരം. നമസ്കാരം. ഹലോ, ജോയിച്ച് ഞങ്ങൾ പറയ്. എന്താടോ പ്രവാസി വെച്ച് കലക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ പോയാ ചാനല് മുത്തച്ഛന്മാർ നിങ്ങളെ മുമ്പിൽ മുട്ടുമടക്കും. അൽഹംദുലില്ലാഹ്. ഇപ്പോഴാണോ സമയം കിട്ടി വിളിക്കാൻ? ബെസ്റ്റ്. ഇവിടെ വന്നിട്ടൊന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ. മോൾ ഉറങ്ങിയോ? നീ അവക്കൊന്ന് കൊടുത്തേ. അവളുറങ്ങി. നീ ഒന്ന് വിളിക്കേ, ഞാൻ അവളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. മോളുടെ ശബ്ദം കേട്ടാ മതിയല്ലോ, നാളെ വിളിക്ക്. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ഗൾഫ് കുടിയേറ്റക്കാരുടെ വമ്പിച്ച തോതിലുള്ള മടങ്ങിപ്പോക്ക് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് മതിയായ രേഖകൾ കൈവശമില്ലാത്ത 2 ലക്ഷത്തോളം പേരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതിൽ പകുതിയിലേറെയും മലയാളികളാണ്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത തിരിച്ചുവരവ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സാമ്പത്തിക പ്രതിസന്ധി മലയാളികൾക്ക് കനത്ത തിരിച്ചടിയാവുന്നുവോ? പ്രവാസി ചാനൽ ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച്. ഗൾഫ് രാജ്യങ്ങളിലാകമാനമായി 100 കണക്കിന് ജോലി വിസ ക്യാൻസൽ ചെയ്തതായി ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്വകാര്യ റിക്രൂട്ടിംഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ രംഗത്ത് യുഎഇയിൽ മാത്രം $582 ലക്ഷം പ്രോജക്റ്റുകളാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഇതെന്ന് പുനരാരംഭിക്കും എന്നതിനെ പറ്റി ഇപ്പോഴും വ്യക്തമായ സൂചനകളില്ല. ആഗോള സാമ്പത്തിക മാന്ദ്യം ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടിലാണ് നമ്മളിത് തുടങ്ങിയത്. ഇപ്പം പെട്ടെന്നൊരു നോ പറഞ്ഞാൽ അല്ല, അതറിയാം. പക്ഷേ സാർ, ഹലോ സാർ, ഹലോ. ജോൺ സാർ കൈവിട്ടു. റിസഷൻ വന്നോടെ മെട്രോയുടെ ഓർഡർ ക്യാൻസലായിരുന്നു. ഹെവി ലോസാ. ഇനി 5 പൈസ ഇറക്കാൻ പറ്റില്ലെന്നാണ് പറയണേ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൈയൊഴിയാൻ തുടങ്ങിയ ഒരു പിടിയും കിട്ടില്ല. ഹലോ, ഹോസ്പിറ്റലിൽ എത്തി. എത്തിയോ? അനന്തു, 5 പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഈ സമയത്തെങ്കിലും അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുവാ. You told me many times, but this is over. I can't do it anymore. So we are not asking for a waiver as such. You had many times to solve it, but you didn't do it. So I stopped this for the last time. Please leave the building. ഹലോ, ഒരു കിടിലൻ ട്രീറ്റ് ഉണ്ടേ. രേവതി പ്രസവിച്ചു, പെൺകുഞ്ഞ്. വെളുപ്പിന് 4:30. ഞാൻ കൊടുക്കാം, രേവതിക്ക് കൊടുക്കാം. ഹലോ 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 ഹലോ. രാത്രി വൈകി ഫ്ലാറ്റിലെത്തി രേവതി വിളിച്ചു. അവൾ ഫോൺ എടുക്കുന്നില്ല. അളിയനെ വിളിച്ച് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടും അവൾ വാങ്ങാൻ കൂട്ടാക്കിയില്ല.
ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു മലയാളി കൂടി ആത്മഹത്യ ചെയ്തു. പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്ന റഫീഖ് മുഹമ്മദ് ആണ് ഗറാഫയിലെ സ്വവസതിയിൽ ഇക്കണക്കിന് പോയാൽ നമ്മുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. മാത്രം $582 ബില്യൺ പ്രോജക്റ്റുകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. അടുത്തത് എടുക്ക്. ഹലോ, ഓക്കെ, ഐ ട്രൈ. എന്തേ? 2 ദിവസത്തിന് ക്യൂട്ടലിൻ്റെ ഡ്യൂസ് മുഴുവൻ കെട്ടണം, അല്ലെങ്കിൽ ചാനലിൻ്റെ ലൈസൻസ് കട്ടാവും. നീ മുഹമ്മദ് അലിക്ക് ഒന്നോടെ വിളിച്ചു നോക്ക്. ഒരു കാര്യമില്ല. റിസപ്ഷൻ എല്ലാവർക്കും പണി കൊടുത്തിരിക്കുക. മുഹമ്മദ് അലിഖാന്റെ 2 യൂണിറ്റാണ് ലോക്കൗട്ട് ആയത്. ഇനിയിപ്പോൾ എന്തോ ഒരു വഴി. സ്റ്റാഫിന് 2 മാസം ശമ്പളം കൊടുത്തിട്ട് ക്യൂട്ടലിൻ്റെ ഡ്യൂസ് കിട്ടണം. എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് വരും. എന്താ ചെയ്യാ ചെല്ലാലേ? നിനക്കിവിടെ ബ്ലേഡ് കക്ഷികളെ വല്ലതും പരിചയമുണ്ടോ? ആളുണ്ട്, പക്ഷെ തല പോണ പലിശയാ. അതൊന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും പിടിച്ചെന്നേ പറ്റൂ. മണൽ കടലിനഴകേ വിധിയിൽ കാണാ ചുഴിയിൽ ചുടലപ്പാട്ടിൻ പൊടിയിൽ പ്രണയം നുരയും കളിയാട്ടം മറയുകയോ മാറുകരകളകലെ ദൂരം തേടി വായും കാറ്റും വിടർന്നുള്ളിൽ ചുവന്നല്ലോത്സവയാമം ഇന്നുറക്കുകയില്ല രാത്രികൾ ഉഷ്ണപക്ഷകാലം ആരുടച്ചു വലിച്ചെറിഞ്ഞേന്താരുമോഹനരൂപം വിധിയിൽ കാണാ ചുഴിയിൽ ചുടലപ്പാട്ടിൻ പൊടിയിൽ പ്രണയം നുരയും കളിയാട്ടം മറയുക